അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പവിത്രമായ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം വിട പറഞ്ഞ് ഒരുപാട് നേട്ടങ്ങൾ നമ്മെ കാത്തിരിക്കുന്ന, കൊയ്തെടുക്കാൻ നമുക്ക് പറ്റുന്ന മുഹറം മാസം ആഗതമാകുന്ന ഈ അസുലഭ മുഹൂർത്തത്തിൽ അൽഹംദുലില്ലാഹ് നമുക്ക് കഴിഞ്ഞു പോകുന്ന ദുൽഹിജ്ജ മാസം അനുകൂലമാവാനും ആഗതമാകുന്ന മുഹറം മാസത്തെ നമുക്ക് അനുകൂലമാക്കി എടുക്കാനും പറ്റുന്ന, നമ്മൾ ഈ മാസങ്ങളിലൊക്കെ ചൊല്ലിയിരിക്കേണ്ട പ്രധാനപ്പെട്ട അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ അവരുടെ നാവ് കൊണ്ട് പറഞ്ഞ, അതുപോലെ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ അവർ സ്ഥിരമായി പറഞ്ഞിരുന്ന ഒരുപാട് ദിക്റുകളും തസ്ബീഹുകളും ഒരുപാട് തക്ബീറുകളും തഹ്ലീലുകളും ഇൻഷാ അള്ളാഹ് ഇന്നത്തെ മജ്ലിസിൽ നമുക്ക് പറയേണ്ടതുണ്ട്. മാത്രമല്ല ഇൻഷാ അള്ളാഹ് നമുക്ക് ഒരുപാട് ഈ മുഹറം മാസത്തിലൊക്കെ സ്പെഷ്യലായി ഒരുപാട് ദിക്റുകളൊക്കെ നമ്മൾ പറയാൻ ഒരുങ്ങിയിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൽ നമുക്ക് പ്രധാനപ്പെട്ട പറയേണ്ട ഒരു ആയത്തുണ്ട്, ആയത്തുൽ കുർസി. അതൊക്കെ നമ്മൾ ഇന്നത്തെ മജ്ലിസിൽ നമുക്ക് ഇൻഷാ അള്ളാഹ് പാരായണം ചെയ്യേണ്ടതുണ്ട്. അതോ എല്ലാവർക്കും ഇൻഷാ അള്ളാഹ് സമയം കളയേണ്ട, നേരെ ദിക്ർ ഔറാദ് മജ്ലിസിലേക്ക് നമുക്ക് കടക്കാം. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും കബൂലാക്കട്ടെ. ആരൊക്കെ ഇന്നത്തെ മജ്ലിസിലും ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തെയും ഏതൊക്കെ മജ്ലിസിൽ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഇൻഷാ അള്ളാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. ഇന്ന് സ്പെഷ്യലായി നമുക്ക് എല്ലാവർക്കും വേണ്ടി ദുആരക്കാം. അല്ലാഹു തആല നമ്മൾ പറയുന്ന കേൾക്കുന്ന എല്ലാ അമലുകളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഈ ചൊല്ലുന്ന ഓരോ ദിക്റിനും വ്യത്യസ്തമായ ഗുണങ്ങൾ, നേട്ടങ്ങളുണ്ട്. എല്ലാം അല്ലാഹു തആല നമുക്ക് ഒട്ടും കുറയാതെ അതിന്റെ പ്രതിഫലം നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ആദ്യമായി ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം, ഇസ്തിഗ്ഫാറാണ്. അതൊരു ദുആയാണ്. ഏത് ഗണത്തിൽ നമുക്ക് പെടുത്താൻ പറ്റുന്നതാണ്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സുന്ദരമായ വചനമാണ് അല്ലെ മുഹറം മാസം. അല്ലെ മുഹറം മാസത്തിൽ നമുക്കറിയാം പ്രവാചകന്മാർക്ക് ഒരുപാട് നിഅമത്ത് കൊടുത്തൊരു മാസം കൂടിയാണ് മുഹറം 10 എന്ന്. ഒരുപാട് പ്രവാചകന്മാർക്ക് അല്ലാഹു അനുഗ്രഹങ്ങൾ കൊടുത്ത അതിൽപ്പെട്ട മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും അല്ലാഹു തആല രക്ഷപ്പെടുത്തി എന്ന് പറയുന്ന ആ ഒരു സുന്ദരമായ ചരിത്രം, ഖുർആൻ പറഞ്ഞ ആ ചരിത്രം, ആ ഒരു സംഭവം നടന്നതും പരിശുദ്ധമായ ഒരു മുഹറം മാസത്തിലാണ് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നുള്ള പരിഹാരമായി ആ ദിക്ർ നമുക്ക് പറയാം. എപ്പോഴും പറയാൻ പറ്റുന്ന ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ്. അതൊരു ദുആയാണ്. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പറഞ്ഞാലോ? ഇത് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ വന്നിട്ട് ഇൻഷാ അല്ലാഹ് അല്ലാഹുവേ അതൊക്കെ നീ ദൂരീകരിച്ച് തരണേ എന്നുള്ള നല്ലൊരു ദുആയും നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. പറഞ്ഞോ, എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ.
ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അപ്പോൾ അൽഹംദുലില്ലാ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം വിട പറഞ്ഞ് മുഹറം മാസം നമ്മളിലേക്ക് ആഗതമാകുന്ന ഈ സുന്ദരമായ സമയത്ത് നമുക്കൊരു മറ്റൊരു ദിക്ർ പറയാം. ഈ ഒരു ദിക്ർ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദിക്റാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ മജ്ലിസിൽ പറഞ്ഞതാണ് അൽഹംദുലില്ലാ. എന്നാൽ നമുക്ക് ഈ ഒരു സമയത്ത് ഒഴിവാക്കാൻ പറ്റാത്തൊരു ദിക്റാണ്. എല്ലാം അല്ലാഹുവിലേക്ക് ഭരമേൽപ്പിച്ചിട്ട് പറയുന്ന ഹസ്ബുനത്താണത്. ഹസ്ബുനത്ത്, ഹസ്ബുനത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു മതി എന്നൊരു അടിമ പറയുന്ന വല്ലാത്തൊരു വാക്കാണ്. എല്ലാ സഹായവും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് കിട്ടാനും പ്രശ്നപ്രയാസങ്ങൾക്കുള്ള പരിഹാരമാണ് ഈ ഹസ്ബുനത്ത്. നമുക്ക് ഇൻഷാ അല്ലാഹ് ആ ഒരു ദിക്ർ അല്ലെ മുഹറം മാസത്തിൽ എന്നല്ല എല്ലാ സമയത്തും അധികരിപ്പിക്കേണ്ട ദിക്റാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. സ്വലാത്തുകൾ ഒരുപാടുണ്ടല്ലേ? സ്വലാത്ത്
അല്ലേ? അള്ളാഹുവിൻ്റെ ഹബീബ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് മനാമിൽ കാണാൻ, സ്വപ്നത്തിൽ കാണാൻ ആഗ്രഹിക്കാത്തവരാരാണ്? നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. അൽഹംദുലില്ലാ, അല്ലാഹു തആല സൗഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മദീനയിൽ പോവാൻ അല്ലാഹു തആല അവസരം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മുടെ എല്ലാ മുറാദുകൾ ഹാസിലാവാനും മദീനയിൽ പോവാനും മുത്തായ ഹബീബിൻ്റെ കൂടെ നമുക്ക് സ്വർഗത്തിൽ ഒരുമിക്കാനും ഒരുപാട് സ്വലാത്തുകളുണ്ട്. നമുക്കൊന്ന് പറഞ്ഞാൽ അതിൽപ്പെട്ടൊരു പുണ്യമായ സ്വലാത്ത് പറഞ്ഞോ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും നമുക്ക് സലാമത്ത് കിട്ടണം, അല്ലേ? രക്ഷ കിട്ടണം. നമ്മുടെ ദീനിൽ, നമ്മുടെ ദുന്യാവിൽ, നമ്മുടെ ആഖിറത്തിൽ എപ്പോഴും സലാമത്ത്, രക്ഷയുണ്ടാവണം. സമ്പത്തിൽ രക്ഷയുണ്ടാവണം. നമ്മുടെ കുടുംബത്തിൽ സമാധാനം, രക്ഷയുണ്ടാവണം. അപ്പോൾ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ജീവിതത്തിൽ ഉടനീളം നമുക്ക് കിട്ടണം. അതിന് നമ്മൾ നമസ്കാരമൊക്കെ കഴിഞ്ഞ് പറയുന്ന ഒരു ദിക്റുണ്ട്. ആ ദിക്ർ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പറഞ്ഞാലോ? അത് പൂർണ്ണമായിട്ടല്ല, കുറച്ച് നമുക്ക് പറയാം. ഒന്ന് പറഞ്ഞേ. അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. പറഞ്ഞോ. അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം
تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام الحمد لله അല്ലാഹു തആല നമ്മൾ ചൊല്ലുന്ന ദിക്റുകളൊക്കെ തസ്ബീഹുകളും എല്ലാം അല്ലാഹു തആല സ്വീകരിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഈ മുഹറം മാസത്തിന്റെ പ്രഥമ രാവിലും പകലിലുമൊക്കെയായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യേണ്ട ചില അമലുകളിൽ ഒരു അമലാണ് 360 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതുക അല്ലേ. അൽഹംദുലില്ലാ, പലരുമൊക്കെ അത് ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കുന്നു, ഞാനത് ചൊല്ലിയിരിക്കുമെന്ന്. അൽഹംദുലില്ലാ, അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അപ്പോൾ നമ്മുടെ മജ്ലിസിൽ നമുക്ക് 360 പ്രാവശ്യം ഒന്നും നമ്മൾ ചൊല്ലുന്നില്ല, നമ്മൾ കുറച്ച് പ്രാവശ്യം ഇൻഷാ അല്ലാഹ് ആയത്തുൽ കുർസി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചങ്ങോട്ട് ഓതിയാലോ. നിസ്കാരമില്ലാത്ത ഉമ്മമാരുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇൻഷാ അല്ലാഹ് അവർക്കും ഇതൊരു ദിക്റാണെന്ന് മനസ്സിൽ കരുതി ഇൻഷാ അല്ലാഹ് ഓതാവുന്നതാണ്. പിന്നെ നമുക്ക് ഈ ദുൽഹിജ്ജ മാസം വിട പറഞ്ഞ് മുഹറം മാസം കടന്നു വരുന്ന ഈ ഒരു സമയത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു കുറച്ച് പ്രാവശ്യം എന്തായാലും നമ്മൾ ആയത്തുൽ കുർസി എല്ലാ ദിവസവും ഓതുന്നതാണ്, എന്നാലും നമുക്ക് ഒന്നിച്ച് ഓതുമ്പോൾ അത് വലിയൊരു റാഹത്താണ്. ഇൻഷാ അല്ലാഹ് അവസാനം എല്ലാത്തിനും വേണ്ടി നമുക്ക് ദ്വാരക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഓതിയാലോ. എല്ലാവരും ഓദിക്കോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മാ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർദ വലാ യഊദുഹു ഹിഫ്ദുഹുമാ വഹുവൽ അലിയ്യുൽ അളീം. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم
القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض ما ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ ഹൃദയങ്ങൾ പ്രകാശിക്കുന്ന സ്വർഗ്ഗത്തിന്റെ താക്കോലാകുന്ന ലോകത്ത് ഒരു മനുഷ്യൻ പറയുന്ന ഏറ്റവും പുണ്യമായ വാക്കുകളിൽ പ്രധാനപ്പെട്ട ഒന്ന് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ അല്ലേ? ഈ ദിക്ർ പറയുമ്പോൾ എല്ലാവിധത്തിലുള്ള നിഅമത്തും ബറക്കത്തും എൻ്റെ ജീവിതത്തിൽ നിരന്തരമായി റബ്ബേ തരണേ, ഈ ഒരു ദിക്ർ പറഞ്ഞിട്ട് എനിക്ക് മരിക്കാനുള്ള തൗഫീക്ക് തരണേ, എൻ്റെ ആഖിബത്ത് നന്നാക്കി തരണേ എന്ന് മനസ്സിൽ കരുതി ഇൻഷാ അല്ലാഹ് ഈ ഒരു ദിക്ർ നമുക്ക് പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്
മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മുടെയൊക്കെ വീടുകളിലെ പണ്ടൊക്കെ നമ്മുടെ കാർന്നോന്മാർ, നമ്മുടെ ഉപ്പ ഉമ്മ വല്ലുപ്പ വല്ലുമ്മയൊക്കെ നമ്മുടെ മക്കളെ, അതായത് നമ്മളെയൊക്കെ ഉറക്കാൻ വേണ്ടി തൊട്ടിലിൽ ആട്ടുന്ന സമയത്ത് പാടുന്ന ഹസ്ബി റബ്ബി ജല്ലല്ല, ഇന്ന് ആരുണ്ടത് പാടുന്നത്? ഉണ്ടാകാട്ടോ, ഉണ്ടാവാം, പക്ഷേ വളരെയധികം വിരളമായി പോയി. അതൊരു ഉറക്കാൻ വേണ്ടി, കുട്ടികളെ ഉറക്കാൻ വേണ്ടി പറയുന്ന ഒരു ദിക്റല്ല, മറിച്ച് അതൊരു അതിൻ്റെ അർത്ഥം അറിഞ്ഞ് നമ്മൾ പറഞ്ഞാൽ ഏത് സമയത്തും നമ്മൾ പറയും. എന്താ അതിൻ്റെ അർത്ഥം? ഹസ്ബി റബ്ബി ജല്ലല്ലാ, അല്ലേ? അല്ലാഹുവേ എനിക്ക് നീ മതി. ഹസ്ബി റബ്ബി, എൻ്റെ റബ്ബ് എനിക്ക് മതിയായവനാണ്. മാഫി ഖൽബി ഗൈറുല്ലാ, അല്ലാഹുവേ നീ അല്ലാതെ ഒരാളും എൻ്റെ ഹൃദയത്തിലില്ല. നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ്, പ്രകാശമായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവേ ആരാധനക്കർഹൻ നീ അല്ലാതെ മറ്റാരുമില്ല. അതൊരു ഒരു വിശ്വാസിയുടെ ഖൽബിൽ നിന്നും വരേണ്ട ഒരു ദിക്റാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ? ഇൻഷാ അല്ലാഹ് ഇനിയുള്ള എല്ലാ ദിക്റിൻ്റെ മജ്‌ലിസിലും നമുക്കത് പറയണം, എല്ലാ മജ്‌ലിസിലും പറയണം. കാരണം ഒരുപാട് നേട്ടങ്ങൾ നമ്മെ കാത്തിരിക്കുന്ന, അതിപ്പോൾ അന്യം നിന്ന് പോയി, അതിപ്പോൾ ആരും പറയാറില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കത് പറയണം. അതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും നമുക്ക് കിട്ടണം. നമുക്കൊന്ന് പറഞ്ഞാലോ? എല്ലാവരും ഉറക്കെ പറഞ്ഞു. ഇത് കുട്ടികളെ ഉറക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, നമുക്ക് എപ്പോഴും ഏത് സമയത്തും, നിസ്കാരമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഉമ്മമാർക്ക് ഏത് സമയത്തും പറയാൻ പറ്റിയ പുണ്യമായ ഒരു ദിക്റാണ്, പുണ്യമായ ഒരു ഭജനമാണ്. പറഞ്ഞോ? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്
ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله. ദാരിദ്ര്യമില്ലാതിരിക്കാനും സമ്പത്ത് കുന്നുകൂടുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ അല്ല, നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട പൈസ അല്ലേ. നമുക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നൊന്ന് പോയി ചികിത്സിക്കണ്ടേ, ആരുടെയും മുമ്പിൽ പോയി കൈനീട്ടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ ഒരുപാട് ഇസ്മുകളുണ്ട്, നമുക്ക് സമ്പന്നത നേടിത്തരുന്ന ഇസ്മുകൾ. 3 ഇസ്മുകൾ ചേർത്തിട്ട് നമുക്കൊന്ന് പറഞ്ഞാലോ ഒരുപാട് നേട്ടം കിട്ടും, ഒരുപാട് ഗുണങ്ങളുണ്ട്. ഓരോ ഇസ്മിനും വ്യത്യസ്തമായ നേട്ടമാണ്. അത് 3ഉം ചേർത്ത് നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. അല്ലാഹു തആല നമ്മുടെ സമ്പത്തിലൊക്കെ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. പറഞ്ഞോ, യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി يا ذا الجلال والإكرام يا غني يا مغني 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 يا ذا الجلال والإكرام. ഇഴജന്തുക്കൾ അതുപോലെ തന്നെ മനുഷ്യനിൽ നിന്നുള്ള, പിശാചിൽ നിന്നുള്ള, മോശപ്പെട്ട ജിന്നുകളിൽ നിന്നുള്ള, എല്ലാ ജീവജാലങ്ങളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ തടയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പുണ്യമായ ഒരു ദിക്റാണ്. അത് വല്ലാത്തൊരു പവറുള്ള ദിക്റാണ്.
ഇൻഷാ അല്ലാഹ് നമുക്കതൊന്ന് പറയാം. നമ്മൾ ഹദ്ദാദിലൊക്കെ പറയുന്ന ഒരു ദിക്ർ കൂടിയാണത്. അഊദു ബികലിമാതില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് 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 അഊദു ബികലിമാതില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. അൽഹംദുലില്ലാ, നമ്മുടെ ദിക്റിന്റെ സ്വലാത്തിന്റെ മജ്ലിസ് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള നിഅമത്തും എല്ലാവിധ ബറക്കത്തുമുള്ള നല്ലൊരു മജ്ലിസാക്കി അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ആളുകൾ ദുആ രക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസിൽ പ്രത്യേകം ഉസ്താദ് ദുആ രക്കണമെന്ന് നിരവധി ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും പ്രത്യേകിച്ച് കമന്റിലൂടെയൊക്കെ ആരൊക്കെ ദുആ ചെയ്യാൻ പറയുന്നു എല്ലാവർക്കും വേണ്ടി മൊത്തത്തിൽ ഇൻഷാ അല്ലാഹ് ദുആ രക്കുന്നു. ഒരാളുകളെയും പ്രത്യേകം എടുത്തു പറയാനുള്ള ബുദ്ധിമുട്ട് കാരണം എല്ലാവരെയും ഒരുമിച്ച് നമ്മൾ ചേർത്ത് ഇൻഷാ അല്ലാഹ് ദുആ രക്കുകയാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഫാത്തിഹയും അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് ഒക്കെ ഓതിയിട്ട് നേരെ ദുആയിലേക്ക് കിടക്കാം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. നാളെ നമ്മുടെ മജ്ലിസ് ഉണ്ടാകുട്ടോ, എല്ലാവരും പങ്കെടുക്കുക. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞങ്ങളുടെ ഈ മജ്ലിസ് സ്വീകരിക്കണേ അല്ലാ. പരിപാവനമായ ഒരു വർഷം ഞങ്ങളിൽ നിന്നും വിട പറയുകയാണ്. ഹിജ്റ വർഷം 1446 വിട പറഞ്ഞ് പുതിയ ഒരു അറബി കലണ്ടർ ഞങ്ങളിലേക്ക് വരികയാണ്. 1447 എന്ന പുതിയ ഒരു ഹിജ്റ വർഷം വരുന്നു. നീ സ്വീകരിക്കണേ അല്ലാ. കഴിഞ്ഞു പോകുന്ന ഈ വർഷത്തിൽ ഞങ്ങൾ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തവരാണ്, ഒരുപാട് തെറ്റുപറ്റിയവരാണ്. എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. വരുന്ന ഒരു വർഷം അത് ഖൈറിന്റെ വർഷമാക്കണേ അല്ലാ, സലാമത്തിന്റെ വർഷമാക്കണേ അല്ലാ, റഹ്മത്തിന്റെ വർഷമാക്കണേ അല്ലാ. ഞങ്ങളെ എല്ലാവരെയും നീ ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഒരുപാട് നിഅമത്തുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഏറ്റമേറ്റം നൽകണേ അല്ലാ. അല്ലാഹുവേ, പരിശുദ്ധമായ ഈ മുഹറം മാസം ഒരുപാട് പ്രവാചകന്മാരെ നീ സഹായിച്ച മാസമാണ്. റബ്ബേ, ഞങ്ങളെയും ഈ മാസവും ഇനിയുള്ള വർഷങ്ങളിലും നീ സഹായിക്കണയല്ലാ. സാമ്പത്തികമായ ബുദ്ധിമുട്ട് മാറ്റിത്തരണയല്ലാ. അല്ലാഹുവേ, ശാരീരികമായ പ്രതിസന്ധികൾ മാറ്റണയല്ലാ, രോഗങ്ങൾ മാറ്റണയല്ലാ. ഈ കടവന്നു പോകുന്ന ദുൽഹിജ്ജ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, വരുന്ന മുഹറം മാസത്തിന്റെ ഹക്ക് കൊണ്ട്, രണ്ടും അല്ലാഹുവേ നീ ആദരിച്ച മാസമാണ്, നീ ബഹുമാനിച്ച മാസമാണ്. അല്ലാഹുവേ, ആ മാസങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കണേ അല്ലാ. വിഷമങ്ങള്, സങ്കടങ്ങൾ ദൂരീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഈ മുഹറം മാസത്തിൽ ഒരുപാട് നിനക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. ഈ മുഹറം മാസവും അതുപോലെ കഴിഞ്ഞു പോകുന്ന പരിശുദ്ധമായ ഒരു വർഷം അല്ലാഹുവേ ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷിയാക്കണേ അല്ലാ. അല്ലാഹുവേ, ചെയ്തു പോയ തെറ്റുകളെല്ലാം ഈ മാസങ്ങളിലും അതുപോലെ ഇനി ചെയ്തു പോകുന്ന പല അബദ്ധങ്ങളും ഉണ്ടാവാം, എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ, ഇനി തെറ്റിലേക്ക് പോകുന്നൊരവസ്ഥ തരല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവരുടെ എല്ലാവരുടെയും ഖബർ നീ വിശാലമാക്കണേ അല്ലാ. ഞങ്ങളും മരിച്ച് ഖബറിലേക്ക് പോകാനുള്ളവരാണ്, ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. ഈ സദസ്സിൽ ആമീൻ പറയുന്ന അല്ലാഹുവേ, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പാവപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര്, ഉപ്പമാര്, സഹോദരങ്ങള്, ഞങ്ങൾ നീ ഖായിബാക്കി മടക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മനസ്സിന്റെ ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, എത്രയോ ഉമ്മമാരും ഉപ്പമാരുമാണ്, പാവപ്പെട്ടവരാണ് അവര്. റബ്ബേ, ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ, ഞങ്ങളുടെ വീഡിയോകൾ ഞങ്ങളുടെ മജ്ലിസിന്റെ താഴെ ദുആ വസിയത്ത് പറയാറുണ്ട്, അവരുടെ സന്തോഷങ്ങൾ പങ്കിടാറുണ്ട്, അവരുടെ വിഷമങ്ങൾ പറഞ്ഞ് ദുആ വസിയത്ത് അറിയിക്കാറുണ്ട്. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറയുന്നു, അവരുടെയും ഞങ്ങളുടെയും മനസ്സിന്റെ മുറാദുകൾ നീ ഹസിലാക്കണേ അല്ലാ. വേദനകൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, രോഗങ്ങൾ മാറ്റിത്തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കടമാണ് ഉസ്താദെ, എങ്ങനെ വീട്ടുമെന്നറിയില്ല. അല്ലാഹുവേ, കടക്കാരായി ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. കടങ്ങൾ വീട്ടാനുള്ള എളുപ്പവഴി അവർക്കും ഞങ്ങൾക്കും തുറന്നു തരണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ കുടുംബത്തിൽ ബറക്കത്തും സലാമത്തും നൽകണേ അല്ലാ. സ്വസ്ഥതയും സമാധാനവും നൽകണേ അല്ലാ. ഒരുപാട് സഹോദരിമാർ ഒരുപാട് പ്രയാസത്തിലാണ്, ഒരുപാട് സഹോദരങ്ങൾ പ്രയാസത്തിലാണ്. റബ്ബേ, എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾക്ക് നീ പരിഹാരം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, വിവാഹപ്രായമെത്തിയിട്ട് വിവാഹ
വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ. വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണെന്ന രൂപത്തിലാണ് റബ്ബേ. ഞങ്ങളുടെ മക്കൾ നീ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ആക്കണേ അല്ലാ. ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവൻ ഞങ്ങളെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന പൊന്നുമക്കളാക്കി ഞങ്ങളുടെ മക്കളെ മാറ്റണേ അല്ലാ. അല്ലാഹുവേ അവരുടെ പഠനത്തിൽ അവരുടെ ജീവിതത്തിൽ നീ ഉയർച്ചയും വളർച്ചയും കൊടുക്കണേ അല്ലാ. പരീക്ഷകളിൽ ഉന്നതമായ മാർക്ക് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഖൈറ് കൊടുക്കണേ അല്ലാ. ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവരാണ്. അവർക്ക് നീ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ ഭാര്യമാരെ കാക്കണേ അല്ലാ. അല്ലാഹുവേ മജ്‌ലിസിലുള്ള ഉമ്മമാര് ജീവിതത്തിൽ ഒരുപാട് വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും സഹിച്ചവരാണ്. ഞങ്ങളുടെ ഉമ്മമാരും ഞങ്ങളുടെ സഹോദരിമാരും റബ്ബേ അവരെ നീ ഇനി വേദനിപ്പിക്കല്ലേ അല്ലാ. അവർക്ക് നീ ഇനി സങ്കടം കൊടുക്കല്ലേ അല്ലാ. ഈ പാവപ്പെട്ട ഉമ്മമാരെ നീ കബൂലാക്കണേ അല്ലാ. അവരുടെ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും പറയാൻ അവർ വിതുമ്പി നിൽക്കുകയാണ് റബ്ബേ. അവരുടെ വിഷമങ്ങൾ നീ കാണണേ അല്ലാ. സമാധാനം കൊടുക്കണേ അല്ലാ. ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് ഉപ്പമാരുണ്ട്, സഹോദരന്മാരുണ്ട്. അവർക്ക് നീ ഖൈറ് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെയും അവരുടെയും ബിസിനസ്സിലും കച്ചവടത്തിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഇടപാടുകളിൽ എല്ലാവിധത്തുള്ള നിഅമത്തും തരണേ അല്ലാ. കച്ചവടം ലാഭകരമാക്കണേ അല്ലാ. അല്ലാഹുവേ കഷ്ടനഷ്ടങ്ങൾ വരുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. എല്ലാവിധത്തുള്ള ആപത്ത് മുസീബത്തുകളെ തൊട്ട് കാക്കണേ റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ ഒരുപാട് രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന കാലമാണ്. അല്ലാഹുവേ മാരകമായ ക്യാൻസർ പോലെ ബ്രെയിൻ ട്യൂമർ പോലെ പേരില്ലാത്ത മരുന്നില്ലാത്ത രോഗങ്ങളെ കൊണ്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ അവകൾ തന്ന് പരീക്ഷിക്കല്ല റബ്ബേ. ഒരുപാട് ഉമ്മമാർക്ക് ഒരുപാട് ക്യാൻസർ അസുഖം വന്നിട്ട് രോഗങ്ങളായി ഹോസ്പിറ്റലിൽ കഴിയുന്നുണ്ട്, വീടുകളിൽ കഴിയുന്നുണ്ട്. അതുപോലെ നരമ്പിന്റെ ന്യൂറോയിഡ് പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട്. അതുപോലെ തന്നെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ പോലെ ഒരുപാട് രോഗങ്ങൾ പിടിപെടുന്ന ഒരുപാട് സഹോദരിമാരും സഹോദരങ്ങളും എല്ലാവർക്കും നീ ശിഫാ കൊടുക്കണേ അല്ലാ. ഞങ്ങൾ കഴിക്കുന്ന മരുന്നിൽ നീ ശിഫാ തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ലോക മുഅ്മിനീങ്ങൾക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. എല്ലാവർക്കും നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഒരുപാട് പേര് പ്രയാസത്തിലാണ്, സങ്കടത്തിലാണ്. അല്ലാഹുവേ യുദ്ധഭീതിയിലാണ് പല സ്ഥലങ്ങളും. എല്ലാവർക്കും സമാധാനവും റാഹത്തും കൊടുക്കണേ അല്ലാ. ഇസ്ലാമിന്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. പല സ്ഥലത്തും മഴ കനക്കുകയാണ്, എന്നാൽ വിവിധ സ്ഥലങ്ങളിൽ മഴയില്ലാതെ നല്ല ചുട്ടുവേനലിൽ പൊള്ളുന്ന ആളുകളുമുണ്ട്. അല്ലാഹുവേ ഖൈറായ മഴ ഞങ്ങൾക്ക് തരണേ അല്ലാ. ഷർറായ അദാബായ മഴയെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളുടെ വീടുകളിൽ നീ ബറക്കത്ത് തരണേ അല്ലാ. സലാമത്ത് തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഒരുപാട് അപകടങ്ങൾ കൂടുന്ന കാലമാണ്. ഞങ്ങളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ്, ട്രെയിനുകളിലും അതുപോലെ ഫ്ലൈറ്റുകളിലൊക്കെ സഞ്ചരിക്കുന്നവരാണ്. അപകടങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. ആക്സിഡന്റ് മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ എല്ലാവിധത്തുള്ള നിഅമത്തും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഈ സദസ്സ് സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഈ സദസ്സിൽ ഞങ്ങളെ ചൊല്ലിയ എല്ലാവിധത്തുള്ള ദിക്റുകൾക്കും തസ്ബീഹുകൾക്കും ഒരുപാട് പ്രതിഫലം ഉണ്ടല്ലോ, അത് മുഴുവനും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് നാളെയും നമ്മുടെ മജ്‌ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. നമ്മുടെ മജ്‌ലിസിന്റെ ഈ ലിങ്ക് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഖബൂലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ വിശുദ്ധമായ മുഹറം ഇതാ തൊട്ടരികത്തെത്തിയിരിക്കുകയാണ്.
മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ രാവിലോ പകലിലോ 113 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വെക്കും. ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതെപ്പോഴാണ് അത് എഴുതേണ്ടത്, എങ്ങനെയാണ് എഴുതേണ്ടത്, ഏത് മഷി കൊണ്ടാണ് എഴുതേണ്ടത്, ഏത് പേപ്പറിലാണ് എഴുതേണ്ടത്. ഓരോ ആളുകളും ആ എഴുത്തിൻ്റെ സമയത്ത് അശ്രദ്ധമായി പോകുന്നുണ്ട്. അത് പോവാതിരിക്കാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 113 പ്രാവശ്യം എങ്ങനെ പ്രാക്ടിക്കലാക്കി നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. എങ്ങനെ എഴുതാമെന്ന് നമ്മളിതാ ദൃശ്യത്തിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ്, എഴുതി നമ്മൾ കാണിച്ചു തരുകയാണ്. ആ വീഡിയോ കാണുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാകും. ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക.